എല്ലാവർക്കും നമസ്കാരം. പറളിയിലെ എല്ലാ ജനങ്ങളും അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെയൊക്കെ ഒരു ചെറുപ്പകാലത്ത് ഒരു നാട് മൊത്തം MLA ഇലക്ഷനും അതേപോലെ പഞ്ചായത്ത് ഇലക്ഷനും വോട്ട് ബഹിഷ്കരിച്ച ഒരു സ്ഥലമുണ്ട് നമ്മുടെ പറളി പഞ്ചായത്തിൽ. അങ്ങനെ നമ്മുടെ പറളി പഞ്ചായത്തിലുള്ള നമ്മുടെ തേനൂരുള്ള എൻ്റെ ഈ പുറകെ കാണുന്ന ഈ വട്ടപ്പള്ളം എന്ന് പറയുന്ന ഒരു നാടാണ് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് വോട്ട് ബഹിഷ്കരിച്ചിരുന്ന നാട്. ഈ നാട്ടിലെ മക്കളുടെ ആവശ്യം ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, ഒരു റെയിൽവേ ക്രോസ്. സ്വന്തം വീട്ടുമുറ്റത്തിലേക്ക് അവർ അധ്വാനിച്ച് വാങ്ങിച്ച വാഹനവും അതേപോലെ ഹോസ്പിറ്റൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് അവർക്ക് റെയിൽവേ ക്രോസ് ചെയ്യാതെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൗകര്യം മാത്രമാണ് ഈ ഒരു നൂറ്റാണ്ടായിട്ട് ഈ ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നീണ്ട ഒരു പോരാട്ടത്തിനൊടുവിൽ ഈ നാട് വിജയിക്കാൻ പോവുകയാണ്. അവർ ആവശ്യപ്പെട്ട അവരുടെ റെയിൽവേ ക്രോസ്, അവരുടെ വീട്ടുമുറ്റത്ത് വരെ വണ്ടി പോകാൻ പറ്റുന്ന ഒരു അവസരം അവർക്ക് യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. രണ്ട് സൈഡും പഞ്ചായത്ത് റോഡും കൂടി ഇട്ട് കഴിഞ്ഞാൽ പൂർണ്ണ രൂപത്തിൽ ഈ പ്രവൃത്തി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവർക്ക് വിശദമായിട്ടുള്ള അവരുടെ ഒരു ആവശ്യം നിറവേറ്റാൻ പോവുകയാണ്. സോ അതിനു വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. സോ അവസാനം നമ്മുടെ നിലവിലെ MLA കോങ്ങാട് നിയോജക മണ്ഡലം MLA ശാന്തകുമാരിയും പറളിയിലെ ഒരു കൂട്ടം നമ്മുടെ CPM പ്രവർത്തകരും അതിൽ പ്രവർത്തിക്കുന്നവരും അതേപോലെ ഒരുപാട് നല്ല മനുഷ്യന്മാരും ഇടപെട്ടിട്ടാണ് ഇങ്ങനൊരു കാര്യം നമ്മുടെ വട്ടപ്പള്ളം എന്ന് പറഞ്ഞ സ്ഥലത്തിന് കിട്ടിയിരിക്കുന്നത്. ഏകദേശം നമ്മുടെ ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് 1 കോടി രൂപയാണ് നമ്മുടെ MLA ഫണ്ടിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുന്ന റെയിൽവേക്ക് കെട്ടിയിട്ട് നമ്മൾ ഈ ഒരു പാലം അല്ലെങ്കിൽ ഈ ഒരു റെയിൽവേ അണ്ടർ ബ്രിഡ്ജ് നമുക്ക് കെട്ടാൻ സാധിച്ചിരിക്കുന്നത്. സോ നമ്മുടെ പറളിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാനുണ്ട്. ഒരുപാട് ജനങ്ങൾ, ഒരു നാട് തന്നെ ഇങ്ങനെ പല കാര്യങ്ങളും ആവശ്യപ്പെടുന്നുണ്ട്. സോ അങ്ങനത്തുള്ള എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം നിലവിൽ ഇത് ചെയ്ത നമ്മുടെ നിലവിലെ MLAയും അതേപോലെ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടി ഇതിന് സഹകരിച്ച എല്ലാ നല്ലവരായ ജനങ്ങൾക്കും ഒരു അഭിവാദ്യങ്ങൾ നേരുന്നു. ഈ ഒരു അവസരത്തിൽ ഈ വീഡിയോ മാക്സിമം എല്ലാ പറളിക്കാർക്കും ഷെയർ ചെയ്ത് അറിയാത്ത ഒരുപാട് പറളിക്കാരുണ്ട്. സോ എല്ലാ മലയാളികളും അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ഉന്നയിക്കുക, അത് നടത്തുകയാണ് നമ്മൾ വിജയിപ്പിച്ച രാഷ്ട്രീയക്കാർ ഇവിടെ ഉള്ളത്.